ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവാലോചന പ്രകാരം നാം ആയിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 21 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന നിമിഷങ്ങളുടെ പ്രാരംഭ നിമിഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ, തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ ഈ ദിനങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം വൃഥാ ഇരുന്നു, വൃഥാ എഴുന്നേറ്റു എന്നുള്ളതല്ല. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നാം ആയിരിക്കുമെങ്കിൽ ദൈവത്തിൽ നിന്ന് വലിയവ പ്രാപിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് വലിയ വിടുതൽ പ്രാപിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ നാളുകളായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്താവിനെ വിലപ്പെട്ട അഭിഷിക്തന്മാർക്കും കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷിയാൽ ഈ രാത്രികാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന PMG പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിന് വിലയേറിയ ദാസൻ പാസ്റ്റർ KK ജോസഫ് സാർ, ആമേൻ, സ്തോത്രം. ഈ രാത്രികാലം ആമേൻ നമ്മോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ കർത്തദാസനെയും ആമേൻ ഈ മീറ്റിങ്ങിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. എല്ലാവരെയും കർത്താവ് നാമെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ചില ദൈവികമായ ചിന്തകളും ആലോചനകളും പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിന് വിലയേറിയ ദാസൻ പാസ്റ്റർ GJ അലക്സാണ്ടർ പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്ന ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദൈവജന ശുശ്രൂഷയ്ക്കായും ഈ പ്രാവശ്യത്തെ 21 ദിവസം ദൈവവാസം പ്രാർത്ഥിച്ച ദൈവവരങ്ങൾ സമർപ്പിക്കുവാനുമായി കടന്നു വന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ PMG സഭയുടെ ജനറൽ പ്രസിഡൻറ്റ് പാസ്റ്റർ KK ജോസഫ്, എന്നോടൊപ്പം കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി, മാസങ്ങളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ പ്രാവശ്യത്തെ 21 ദിവസ ഉപവാസത്തിലേക്ക് ഈ രാത്രി മുതൽ പ്രവേശിപ്പാൻ ദൈവം നമുക്ക് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാളയം PMG സഭയ്ക്ക് 21 ദിവസ ഉപവാസം ഒരു പുത്തിരിയല്ല. ദൈവകൃപയാൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഏതാണ്ട് ഈ സമയത്ത് ദൈവസന്നിധിയിലിരിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നു. എന്നാൽ ഈ പ്രാരംഭ രാത്രി മുതൽ തന്നെ നമ്മെ അനുഗ്രഹിപ്പാൻ കഴിവുള്ളൊരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? സാധാരണ നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ഉപവാസപ്രാർത്ഥന ആദ്യത്തെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ചെല്ലുമ്പോഴാണൊന്ന് ചൂട് പിടിച്ച് അനുഗ്രഹമൊക്കെ കിട്ടുന്നതെന്ന്. നമ്മൾ ഒരുക്കപ്പെടുന്ന നിമിഷങ്ങൾ തന്നെ ദൈവം അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചിന്തയുണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുക, അതിപ്പോഴേ ആരംഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് രാത്രി എൻ്റെയും ആഗ്രഹം അതാണ്. കർത്താവ് പറയുന്നു, ഞാൻ തീയിടാൻ വന്നിരിക്കുന്നെങ്കിൽ അത് ഇന്ന് രാത്രി തന്നെ കർത്താവേ അതൊന്ന് ആരംഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് വാഞ്ചയോടെ ആയിരിക്കാം. ഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. എന്നാൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. അവിടുത്തെ ആശയം ഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം പരിശുദ്ധാത്മാവിൻ്റെ അളവ് ദൈവസഭയിൽ വർദ്ധിച്ചു വരുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1000 മുഴം അളന്നു, നരിയോണയോളമായി. 1000 മുഴം പിന്നെയും അളന്നു, മുട്ടോളമായി. പിന്നെയും 1000 മുഴം അളന്നു, അരയോളമായി. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. പിന്നെയും 1000 മുഴം അളന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ കാലേ നിൽക്കാനൊക്കത്തില്ല, പിന്നെ നിന്ന് നീങ്ങാനൊക്കത്തില്ല,
പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആരംഭം ദിവസത്തിൽ ഈ രാത്രി തന്നെ വിളിച്ചു പറയുന്നു, സ്തോത്രം, 1000 പരിധിയിൽ നിൽക്കുവാനല്ല. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് രാത്രി തന്നെ ആമേൻ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു വലിയ ആത്മനദിക്കുള്ളിൽ എന്നെ ഇരുത്തണമേ എന്ന് എത്ര പേര് ഈ രാത്രി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിന്നെ അറിയുന്ന കർത്താവ്, നിന്റെ ആവശ്യങ്ങളെ അറിയുന്നവൻ, നിന്റെ നൊമ്പരങ്ങളെ അറിയുന്നവൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പുതിയ അളവ് നമ്മുടെ മധ്യത്തിലേക്കൊന്ന് പകരുവാൻ അവൻ ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം, കരങ്ങൾ അടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കാം. ശക്തിയോടെ ഇന്ന് രാത്രി തന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മപ്രവാഹത്തിലേക്ക്, ആത്മനദിയിലേക്ക് നാം ഒന്ന് നയിക്കപ്പെടേണ്ടതിന് എത്ര പേർ ഏൽപ്പിച്ചു കൊടുത്ത് പറയും, കർത്താവേ അത് ഇന്ന് രാത്രി തന്നെ എന്നിലൊന്ന് ആരംഭിക്കുന്നതൊക്കെവണ്ണം എന്നെ ഒന്ന് കഴുകണമേ. പിന്നെ ഇങ്ങനെ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുന്നത് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പുതുക്കുവാനിടയാകും. എന്താ ഈ ചലനം? സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ചലനം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ചലനം, ആത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ചലനം, വിശുദ്ധീകരണത്തിനുള്ള ചലനം. കർത്താവെ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചലിക്കുന്ന ചില പ്രാണികൾ ഇന്ന് രാത്രി മുതൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കേൾവിക്കാരായി വന്നിരുന്നാൽ ഒന്നും പ്രാപിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ദയവായി വിനീതമായി നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, ഇന്ന് രാത്രി മുതൽ ചില ചലിക്കുന്ന പ്രാണികൾ ഇതിനകത്തുണ്ടായിരിക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെയല്ല നീ നോക്കേണ്ടത്, കയറി വരുന്നവരെയും പോകുന്നവരെയും നോക്കിയിരിക്കുകയല്ല. ഇന്ന് രാത്രി മുതൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ ഇവിടെ ആര് നിൽക്കുന്നുവെന്നുള്ളതല്ല വിഷയം. ഇവിടെ കർത്താവ് നടകൊള്ളുന്ന രാത്രിയും ദിവസങ്ങളും പകലുകളുമാണ്. സ്തോത്രം. ചലിക്കുമെങ്കിൽ, സ്തോത്രത്തിൽ ചലിക്കുമെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചലിക്കുമെങ്കിൽ, പ്രാർത്ഥനയിൽ ചലിക്കുമെങ്കിൽ, ആവശ്യബോധത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ വെറും കൈയോടെ മടങ്ങത്തില്ല, നീ ഒഴിഞ്ഞവനായി മടങ്ങത്തില്ല, നീ ഒഴിഞ്ഞവനായി മടങ്ങത്തില്ല. ആത്മാവിന്റെ പ്രവാഹം ഇന്ന് രാത്രി ഇവിടെ ആരംഭിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാത്രി തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആ സ്വർഗീയ തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി നിന്നിൽ അത് കത്തി തുടങ്ങുകയാണ്. രക്തം ജയം, രക്തം ജയം. Praise the Lord. Hallelujah. Praise the Lord. ഒരു ചിന്തയുടെ ഓർപ്പിച്ച കർത്താവിൻ്റെ ദാസനെ ഞാൻ കൈമാറുകയാണ്. 91 സങ്കീർത്തനം സുപരിചിതമാണ്. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽ കീഴിൽ. അതിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് വളരെ സന്തോഷമായി. ഹീ ദാറ്റ് ഡ്വെല്ലത്ത് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദി ഓൾമൈറ്റി. പ്രൈസ് ദി ലോർഡ്. സർവശക്തൻ്റെ രഹസ്യ ഇടത്ത്, സർവശക്തൻ്റെ രഹസ്യ അറയിൽ പാർക്കുന്നവൻ, അവൻ യഹോവയെക്കുറിച്ച് പറയുന്നു, അവൻ എൻ്റെ സങ്കേതവും കോട്ടയുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ പൈതലിനെ തൻ്റെ ചിറകിൻ മറവിൽ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവ പൈതലിന് എന്തൊക്കെ അനുഗ്രഹമാണെന്ന് താഴോട്ടുണ്ട്. അതിൽ 14-ാം വാക്യവും 15-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ ദൈവം പറയുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൽ, കാണാതെ അറിയാവുന്ന വാക്യം ഒന്ന് പറഞ്ഞേ, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ പ്രാരംഭരാത്രി ദൈവം തരുന്ന ദൂത് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ മീറ്റിങ്ങിൽ വന്നിരിക്കുകയല്ല, അത് കഴിഞ്ഞാലും പറ്റിയിരിക്കാൻ എത്ര പേർ തയ്യാറാകും? വീട്ടിൽ ചെന്നാലും പ്രാർത്ഥനയിൽ പറ്റിയിരിക്കുന്ന, വചനധ്യാനത്തിൽ പറ്റിയിരിക്കുമെങ്കിൽ സ്വർഗം പറയുന്നു, ഈ ഉപവാസം നിനക്കൊരു വിടുതലാണ്.
നിന്റെ കുടുംബത്തിനൊരു വിടുതലാണ്, നിന്റെ തലമുറയ്ക്കൊരു വിടുതലാണ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? വിശ്വാസത്താൽ അവകാശമെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനത് അവകാശമെടുക്കുന്നു. ഐ ക്ലെയിം ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാനത് അവകാശമെടുക്കുകയാണ്. Glory to God, glory to God. Hallelujah. Hudaraba shantanaja vaidadada ridadada. പറ്റിയിരിക്കുവാൻ തീരുമാനിക്കുക, പറ്റിയിരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവിനോട് ചേർന്നിരിപ്പാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, ആത്മാവിൽ ജാഗരിപ്പാൻ, സ്തോത്രം, സ്തോത്രം, ദൈവകൃപയിൽ മുന്നേറുവാൻ, വചനം ധ്യാനിപ്പാൻ ഞാൻ പറ്റിയിരിക്കും, ഞാൻ ചേർന്നിരിക്കും, ഞാൻ അകന്നു മാറുകയില്ല എന്നിന്ന് രാത്രി തീരുമാനമെടുക്കുമെങ്കിൽ സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദിവസങ്ങളാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്, ഞാൻ നിന്നെ ഉദ്ധരിക്കുന്ന രാത്രിയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കൂ. Amen. Oh, rigadala bachos. Praise the Lord. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കർത്താവിനെ ഈ ദിവസങ്ങളിലൊന്ന് വീണ്ടും അറിയുവാൻ, ഇതുവരെ അറിഞ്ഞ അനുഭവത്തിലല്ല. കർത്താവെ, നിൻ്റെ മനോഹരത്വം ഒന്ന് കാണണം. ഞാൻ 27-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. അവിടെ ഭക്തൻ പറയുന്നു, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഓൺലി വൺ ഡിസയർ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താ ആഗ്രഹം? എപ്പോഴൊക്കെ ദൈവസന്നിധി വരുന്നു, എപ്പോഴൊക്കെ ദൈവത്തെ ധ്യാനിക്കുമോ, എനിക്ക് അവൻ്റെ മനോഹരത്വം ഒന്ന് കാണണം. അതാണ് ഏക ആഗ്രഹം. ദൈവസ്ഥൽ കടന്നു വരുമ്പോഴൊക്കെ, യഹോവയുടെ ആലയത്തിൽ ഞാൻ അടുത്തു വരുമ്പോഴൊക്കെ വെറും ഒരു ചടങ്ങായി തീരരുത്. വെറുതെ വന്നിരുന്നേച്ച് പോകുകയല്ല, എന്തെങ്കിലും കേട്ടിട്ട് പോകുകയല്ല. എനിക്ക് നിന്റെ മനോഹരത്വം കാണണം, എനിക്ക് നിന്റെ മനോഹരത്വം കാണണം, എനിക്ക് നിന്നെ അറിയണം. ആമേൻ. നിന്നെ ഒന്ന് കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? അവൻ എന്നെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് സ്വർഗം ഇന്ന് രാത്രി കാലം പറയുകയാണ്. എന്നും താണിരിക്കാനല്ല, എന്നും മറ്റുള്ളവരുടെ ചവിട്ടുകൊള്ളാനല്ല, എന്നും അവഗണിക്കപ്പെടുവാനല്ല. ഈ ഉപവാസത്തിൽ ചിലരെ ദൈവം ഉയർത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉയർത്താൻ പോവുകയാണ്. അവൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ അവനെ ഉയർത്താൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതൊരു ദൂതായി ഏറ്റെടുക്കുവാൻ കഴിയും? സ്തോത്രം. കർത്താവ് പറയുന്നു, എന്നെ കാണേണ്ടതുപോലെ കാണുവാൻ, എൻ്റെ മനോഹരത്വം കാണുവാൻ നിന്റെ കണ്ണൊന്ന് പ്രകാശിപ്പിക്കുമെങ്കിൽ, സ്തോത്രം, ഞാൻ നിന്നെ ഉയർത്തുന്ന ദിവസങ്ങളാണ്. എവിടെ നീ അവഗണിക്കപ്പെട്ടുവോ, എവിടെ നീ തള്ളപ്പെട്ടുവോ, ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കയാൽ ഞാൻ അവന് ഉത്തരമരുളും. അത്യുന്നത രഹസ്യറയിൽ പാർത്തുകൊണ്ട് അവൻ്റെ ചെറുകൻ മറവിൽ വസിക്കുന്ന ദൈവ പൈതലേ, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനോട് പറ്റിയിരിക്കുമെങ്കിൽ അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവനെക്കുറിച്ചുള്ളൊരു പുതിയ ദർശനം ഈ ദിവസങ്ങൾ നീ പ്രാപിക്കുമെങ്കിൽ അവൻ നിന്നെ ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് ഉയർത്താൻ പോവുകയാണ്. തീർന്നില്ല. 3, ഞാൻ അവന് ഉത്തരമരുളുന്ന ദൈവമാണ്. പ്രാർത്ഥനയിൽ മുറിഞ്ഞു പോകാതെ, പ്രാർത്ഥനയിൽ സ്തോത്രം അകന്നു പോകാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ സ്വർഗം പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി മുതൽ ആവലോടെ ദൈവസന്നിധിയിലിരിക്കാം, ആവലോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം ഒരു ചടങ്ങായിട്ടല്ല, സ്തോത്രം വെറുതെ വന്നിരുന്ന് വെറുതെ പോകുകയല്ല. ഇന്ന് രാത്രി കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്ന രാത്രിയാകണമേ. ആമേൻ. നീ എന്നോട് ഇടപെടുന്ന രാത്രിയാകണമേ. എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. എനിക്ക് തേജസ്സിൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാൻ, സ്നേഹത്തിൻ്റെ യേശുവിനെ ഒന്ന് കാണുവാൻ, വിടുവിക്കുന്ന കർത്താവിനെ ഒന്ന് കാണുവാൻ, എൻ്റെ തകർച്ച മാറ്റുന്ന കർത്താവിനെ എനിക്ക് ഇന്ന് രാത്രി ഒന്ന് ദർശിപ്പാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പ്രാരംഭ രാത്രി പരിശുദ്ധാത്മാവിന്റെ നദി ഇവിടെ ഒഴുകി തുടങ്ങുകയാണ്. ഓ റിഗാലാബ ശാന്തരാജ വൈഡാരാബ ഹുഡമനാദല വൈഡമനാദൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇന്ന് രാത്രി മുതൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം.
ദീർഘമായി ഉപവസിക്കുന്ന, അതിന് നിയോഗം കിട്ടിയ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോനെ ആ വിവരം അറിയിച്ചാൽ ഇവിടെ ഉള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ദീർഘമായി ഉപവസിക്കുന്ന, ഭാഗികമായി ഉപവസിക്കുന്ന നിങ്ങളെ വഹിച്ചു പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ ജോസഫിനെ ഞാൻ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പതിവ് പോലെ വീണ്ടും വലിയവനായ ദൈവം സഭയായി തൻ്റെ സന്നിധിയിൽ അടുത്തിരിപ്പാൻ അനുവാദം തന്നതിനായി സ്തോത്രം പറയാം. ഈ മഹാരാജാവിൻ്റെ സന്നിധിയിൽ കടന്നിരിക്കുക, അവൻ്റെ മുഖം കാണുക, അവൻ്റെ ശബ്ദം കേൾക്കുക. നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ഒരു യോഗ്യതയുമില്ല, എന്നാൽ എന്നെ വിളിച്ചവിടുത്തെ സന്നിധിയിൽ ഇരുത്തണമേ, എന്നെ അംഗീകരിക്കണമേ. ഞാൻ എന്നെ തന്നെ അറിയുന്നത് പോലെ ചിന്തിച്ചാൽ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ എന്നെ അങ്ങ് യോഗ്യയാക്കണമേ, യോഗ്യനാക്കണമേ. അതിലെല്ലാം ഉപരി ലോകമിന്ന് വരെ കേട്ടിട്ടില്ലാത്ത അവിടുത്തെ ശബ്ദം കൂടാതെ പക്ഷി എൻ്റെ ഹൃദയത്തിലൊന്ന് ഉഴങ്ങി കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേന്ന് നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതും തൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഭൂമിയിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അന്യായ ശബ്ദങ്ങളെ കൊണ്ട്, ആകാത്ത ശബ്ദങ്ങളെ കൊണ്ട്, ലജ്ജാകരമായ ജഡീക പ്രവർത്തികളെക്കുറിച്ചുള്ള വാർത്തകൾ പരത്തുന്ന ശബ്ദങ്ങളെ കൊണ്ട്, മാരകമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശബ്ദങ്ങളെ കൊണ്ട് സമൂഹം വല്ലാതെ ഞെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദ്യമായി സംസാരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് പ്രിയമാണ്. അത് നമ്മുടെ മുതൽകൂട്ടാണ്. സഭ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെടുത്തണം, ദൈവശബ്ദം നമുക്ക് കൈമാറണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കർത്താവിൻ്റെ വിലപ്പെട്ട ഭക്തൻ ജി അലക്സാണ്ടർ പാസ്റ്റർ, കൂടെ ശുശ്രൂഷിക്കുന്ന 2 ദൈവഭക്തന്മാർ, ജോമോൻ എബ്രഹാം, അതുപോലെ തന്നെ നമ്മുടെ വാത്സല്യ പൈതൽ, എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഒരു പ്രാർത്ഥനാ വേദി ഒരുക്കി. ദീർഘ ഉപവാസം ഒരുങ്ങുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ദൈവം നമുക്ക് ഉപവസിപ്പാനും സന്നിധിയിൽ ഇരിപ്പാനും ഭാഗ്യം തന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, എനിക്ക് യോഗ്യതയില്ല, എന്നാൽ എന്നെയും ഇരുത്തണം. ഉപവസിക്കുന്നവരൊന്നും ഭയപ്പെടണ്ട. തൻ്റെ സന്നിധിയിൽ ഉപവസിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ആരും പേടിക്കണ്ട എൻ്റെ വയറിന് വല്ലതും പ്രശ്നം വരുമോ എന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒന്നും ഭക്ഷിക്കാതെ, ഒന്നും കുടിക്കാതെ 40 രാവും 40 പകലും പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു. മോശ 3 പ്രാവശ്യം ഒന്നും തിന്നുകയും ഒന്നും കുടിക്കുകയും ചെയ്യാതെ 40 ദിവസം ഇരുന്നു. പ്രിയമുള്ളവരെ, അവരൊക്കെ ഇരുന്നത് നമ്മെപ്പോലെ മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ട് അവളെ വിളിച്ചിരുത്തി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ സ്ത്രീ പുരുഷ ഭേദമന്യേ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ അംഗീകരിക്കണമേ.
എന്നെ ഒരുക്കണമേ. നല്ല ഭാഷയിൽ പറഞ്ഞാൽ എന്നെ ഒരുക്കണമേ. ഒന്ന് ഒരുക്കിയെടുത്ത് ഒന്ന് മോൾഡ് ചെയ്ത്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അങ്ങക്ക് എന്നെക്കുറിച്ചൊരു പ്രത്യേക രൂപം മനസ്സിലുണ്ടായിരുന്നു. ഇത്ര പ്രായമായിട്ടും ഞാൻ അതിലെത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ ഇനിമേൽ അവിടുത്തെ ഹിതത്തിനനുരൂപമായി ഒരുക്കപ്പെട്ട ഒരാത്മ വ്യക്തിയാക്കി എന്നെ തീർക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ദൈവം പ്രവൃത്തി വെളിപ്പെടുത്തും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്നൊന്നും ആരും ചോദിക്കേണ്ട. ഈ പട്ടണത്തിൽ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രത്യേക വ്യക്തികളൊന്നും വേണ്ട. ഒരുക്കപ്പെട്ടവർ, ദൈവം ഒരുക്കി ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ, ഒന്നുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വക്താക്കളായി തീരുവാൻ. ഇത്രയും പേർക്ക് താല്പര്യമുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ വക്താവായി തീരണം. താല്പര്യമുള്ളവരൊന്ന് കര ഉയർത്തിക്കാട്ടെ. ഓ, വലിയ പദവിയാണ്. സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്. ദൈവത്തിന് നമ്മളിലൂടെ മാത്രമേ സംസൃഷ്ടങ്ങളോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് സമർപ്പണബോധത്തോടെ ഏൽപ്പിക്കാം. ഈ കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാവരും ഉപവസിച്ച് അവർ മാത്രമേ അനുഗ്രഹം പറയുന്നു? അല്ല, നിങ്ങളെയും ദൈവം ഉപയോഗിക്കും. ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നിയിട്ടില്ലാത്ത, ഒരു കാതിലും കേട്ടിട്ടില്ലാത്ത ശബ്ദം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതാരെ വേണമെങ്കിലും വിളിച്ച് ദൈവം ഏൽപ്പിക്കും. അതിനെന്ത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടെന്ന് ആരും ചിന്തിക്കണ്ട. ദൈവം വാക്കുകൾ തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? യാറായി പ്രാർത്ഥിക്കണം. കണ്ടിട്ടില്ലാത്തവർക്ക് ദൈവം നമ്മെ കാണിക്കും. സഭ ഈ ഉപവാസത്തോടെ വലിയ ശക്തീകരണത്തിലേക്ക് നീങ്ങാൻ പോവാം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എൻ്റെ ഹൃദയത്തിൽ തന്ന ധൈര്യം കഴിഞ്ഞ ആളുകളേക്കാൾ അധികം ദൈവസഭ പുതിയ ശക്തീകരണത്തിൻ്റെ മണ്ഡലത്തിൽ ഉയർത്തപ്പെടും. ദൈവത്തിന് മഹത്വം. അതിന് നാം എല്ലാവരും സന്നദ്ധരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഒരു ഐഡിയൽ ഫാസ്റ്റിംഗ് പ്രെയർ കാണാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചാട്ടെ. പ്രധാനമായ ഒരു ഭാഗമാണിത്. എവിടെ വെച്ചാണ് ഉപവസിച്ചത്? അന്ത്യോക്യയിൽ വെച്ച്. ദൈവവചനത്തിൽ അന്ത്യോക്യയ്ക്ക് നാവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രാധാന്യത എന്താ? അപ്പോസ്തല പ്രവൃത്തി 11:26 ഒന്ന് വായിച്ചാട്ടെ. സ്വതന്ത്രം പറഞ്ഞേ. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഉറപ്പുള്ളവരൊരു സ്വതന്ത്രം പറഞ്ഞ കൈ ഉയർത്തി. നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. ആദ്യം ശിഷ്യന്മാർക്ക്, വിശ്വാസികൾക്ക് ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ച സ്ഥലമാണ് അന്ത്യോക്യ. ഇപ്പം നാമുമായിട്ട് എനിക്കൊരു പേര് ലഭിക്കാനിടയായ സ്ഥലം അന്ത്യോക്യയാണ്. അന്ത്യോക്യയിൽ ഉപവാസം നടക്കുക. ആ സഭയിൽ 5 പേരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ ധാരാളം പേരുണ്ട്, എന്നാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന 5 പേരുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആളാരാണ്? ബർന്നബാസ്. അപ്പോസ്തലത്തിൽ 11:23 നോക്കിയേ. ബർന്നബാസിനെ കുറിച്ച് അവിടെ ഒരു പ്രയോഗമുണ്ട്. നോക്കിയേ 11:23. പ്രബോധിപ്പിച്ചു. എന്താ പ്രബോധിപ്പിച്ചത്? കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ്
ബർന്നബാസിനൊരു നല്ല പേരുണ്ട്, എന്തുവാ? പ്രബോധന പുത്രൻ. അടുത്ത 24 വാക്യം ഒന്ന് നോക്കി. ബർന്നബാസിൻ്റെ ക്വാളിഫിക്കേഷൻ വീണ്ടും അവിടെ പറയുന്നു. എന്നാ നോക്കിയാട്ടെ. ഞാൻ ഒരു കാര്യം കേട്ടോ, നല്ല മനുഷ്യർ വളരെ ചുരുക്കമാണ് ലോകത്തിൽ. ഞാനൊരു നല്ല സ്ത്രീയാണെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞു. ഞാനൊരു നല്ല മനുഷ്യനാ എന്ന ധൈര്യമുള്ളൊരു സ്തോത്രം പറഞ്ഞു. കണ്ടോ, അതുകൊണ്ടാണ് ഒരാളുടെ കാര്യം എടുത്തു പറഞ്ഞ് നിങ്ങളാരും ആ പട്ടികയിൽ, നമ്മളാരും ആ പട്ടികയിൽ അല്ലെങ്കിലും ബർന്നബാസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിതം തുടർന്ന് അവസാനിച്ചാൽ മതിയെന്ന് കൊതി വന്നവർ ഒരു സ്തോത്രം പറഞ്ഞേ. കണ്ടോ, ആ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് പ്രയോജനമായി. ഇത്രയും നല്ല മനുഷ്യരൂടെ വന്നാൽ ദാറ്റ് ഈസ് ഇനഫ്. നമ്മളെല്ലാം നല്ല മനുഷ്യരാ, പക്ഷേ നമ്മളെന്തുകൊണ്ട് കൈപൊക്കിയില്ല? ഇച്ചിരൂടെ നന്നാകണം. ഒരു സ്തോത്രം പറഞ്ഞ് അതിനായി ഉപവാസം അല്പം കൂടെ നന്നാകണം. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അവൻ നല്ല മനുഷ്യനും അടുത്തതെന്തുവാ? ഓ, ആ നിറവ് കണ്ടോ? പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുറവ് നമുക്ക് ബോധ്യമായോ? വിശ്വാസത്താലുള്ള നിറവ്. നാമെല്ലാം നിറയാൻ ആഗ്രഹിക്കുന്നവരാ. കുറച്ചൊക്കെ ഉണ്ട്, നമുക്ക് പോരാ. എന്തുകൊണ്ട് നിറയണം? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. പിന്നെന്ത് വേണം? വിശ്വാസത്താൽ. വിശ്വാസത്താൽ നിറഞ്ഞാൽ എന്താണ്? വിശ്വാസത്താൽ നിറഞ്ഞ ഈ മലയോട് അങ്ങോട്ട് കുറച്ച് നേരം മാറി ഇരിക്കാൻ പറഞ്ഞാൽ അതുപോലെ അനങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അനേക കുടുംബങ്ങൾ വൻ പ്രശ്നങ്ങളുടെ മുമ്പിൽ തരിച്ചു നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമമഹത്വത്തിനായുള്ളതെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അവ അനുസരിക്കും. എന്നെ ഒരു വിശ്വാസിയായി ഒരുക്കണമേ, അതിനുവേണ്ടി ഒരു നിറവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്തേഫാനോസ് കണ്ടോ, പ്രബോധിപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ നിറവുള്ളവനായിരുന്നു, വിശ്വാസത്തിൽ നിറവുള്ളവനായിരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരാളുടെ ക്വാളിഫിക്കേഷൻ നാം എന്ത് കണ്ടു? ഒരാളുടെ പേര് നമ്മൾ കണ്ടു, ബർന്നബാസ്. രണ്ടാമത്തെ ആൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽക്കാരൻ നീഗർ എന്ന് പേരുള്ള ശിമോൻ. നീഗർ എന്ന് പറയാൻ നൈഗർ എന്ന് പറയുന്ന വാക്ക് നീഗ്രോ മലയാളത്തിൽ. ആഫ്രിക്കൻ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ നീഗ്രോകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒന്ന് USA. അടിമകളായി ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് അവിടെ കാണുന്ന ഫ്രീവേകൾ, 8 ലൈനുള്ള റോഡുകളെല്ലാം പ്രത്യേകമായി റെയിൽവേ ലൈനെല്ലാം ഇടാനും എല്ലാം ഉപയോഗിക്കപ്പെട്ട മനുഷ്യർ ആഹാരം കൊടുത്തിട്ട് മാത്രം ചങ്ങലയിലിട്ട് കൊണ്ടുവന്നതാണ്. കപ്പലിൽ കയറ്റിക്കൊണ്ട് അടിമകളായി കൊണ്ടുവന്ന ആൾക്കാരാണ്. അവരുടെ പിൻതലമുറക്കാരാണിപ്പോൾ അമേരിക്കയിലുള്ള നീഗ്രോകൾ. എന്നാൽ അമേരിക്കയിൽ ഒരു വിലക്കുണ്ട്. നൈഗർ എന്ന വാക്ക് ആരും ഉപയോഗിക്കാൻ പാടില്ല. അതവർ വലിയ ഇൻസൾട്ടായിട്ടാണ് കാണുന്നത്. നീഗ്രോകളെ കണ്ടിട്ടുള്ളവരൊന്ന് കൈപോക്കിക്ക്. ഇനിയിപ്പം ഞാൻ അവരെക്കുറിച്ചൊന്നും പറയാനൊന്നും കിടന്ന് ബന്ധപ്പെടേണ്ട കാര്യമില്ല. നീഗ്രോയെ കണ്ടിട്ടേ ഇല്ലെന്നുള്ളവരൊന്ന് കൈപോക്കിക്ക്. ഇവിടെ ആരുമില്ല നീഗ്രോയെ കണ്ടിട്ടില്ലാത്തവർ. നീഗ്രോകൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ മുടിയല്ല അവരുടെ മുടി. അവിടുത്തെ സ്ത്രീകളെല്ലാം ഈ പനങ്കൊല പോലെ മുടി ഇങ്ങനെ പിരിച്ചിട്ട്, നിങ്ങൾക്കത് മനസ്സിലായ 2 സൈഡിലും നിറയാൻ കിടും. അല്ലെങ്കിൽ അതിന് സ്വതന്ത്രം പ്ലാസ്റ്റിക്കിൻ്റെ കളറുള്ള പലതും കെട്ടി ഒരു ബോൾ പോലെ ആക്കും. $5-10 ഒന്നും ഭക്ഷിക്കാൻ പോലും ഇല്ലാത്ത സ്ത്രീകൾ ഇത് മെനയാൻ വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ടുകൂടെ ആ വചനത്തിൽ പറയുന്നത് തലമുടി പിന്നുന്നതും പൈസ കളയരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം.
അങ്ങനെ ആ തലമുടിയുടെ പ്രത്യേകത കൊണ്ടാണ് അവരെ നൈഗർ എന്ന് വിളിച്ചിരിക്കുന്നൊരു സ്വതന്ത്രം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, ശിമോൻ ഒരു നൈഗറായിരുന്നു. ഇപ്പം വിവിധ ആൾക്കാരെ കണ്ടോ? ബർന്നബാസുണ്ട്, ഒരു നീഗ്രോ അവരുടെ കൂട്ടത്തിലുണ്ട്, പിന്നെ കുറേനക്കാരനായ ലുക്യൂസ്, അതും ആഫ്രിക്കയുടെ സൈഡിലുള്ളൊരു സ്ഥലമാണ്. ഇടപ്രതുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂടെ ബാല്യം മുതൽ വളർന്ന്, നല്ല ഭാഷയെ പറഞ്ഞാൽ അടിച്ചും കളിച്ചും ജീവിച്ച ഒരാളാണ് മനായൻ. പക്ഷേ മനായൻ ഒരു സവിശേഷതയുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. എന്താണെന്നറിയാമോ? ചെറിയ പ്രായം മുതലേ പ്രവചനം പറയുവാൻ ഇവന് കൃപ ലഭിച്ചവനായിരുന്നു. അപ്പം മനായൻ തൻ്റെ സ്നേഹിതനായ ഹെരോദാവോട് പറഞ്ഞു, നീ ഒരു നാൾ രാജാവാകും. ഈ മനായൻ എന്ന് പറയുന്നത് ഹെരോദാവിനെ വളർത്താൻ വേണ്ടി ആക്കിയ, നമ്മുടെ ഭാഷയിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആയ, മെയ്ഡ് സെർവൻ്റ്, അവരുടെ മകനായിരുന്നു മനായൻ. ഏതായാലും പിൽക്കാലത്ത് ഹെരോദാവ് രാജാവായപ്പോൾ തന്നെക്കുറിച്ച് ഈ പ്രവചനം പറഞ്ഞ മനായനെ കൊട്ടാരത്തിൽ വെളുത്തി തൻ്റെ സദസ്യരുടെ കൂട്ടത്തിൽ സ്ഥാനം കൊടുത്തു. അതാ മനായൻ എന്ന പദത്തിനുള്ള വലിയ പ്രത്യേകത. ഈ ഹെരോദാവിൻ്റെ ഒരു വലിയ പോരായ്മയാണ് സ്നാപക യോഹന്നാനെ ശിരസ് ഛേദിപ്പിച്ചത് ഹെരോദാവാണ്. നമുക്കതറിയാമല്ലോ, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ സവിസ്തരം അത് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ചിന്താവിഷയമല്ലെങ്കിൽ കൂടി ഹെരോദാവ് തൻ്റെ സ്റ്റെപ്പ് ബ്രദറാകുന്ന ഫിലിപ്പോസിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിയ വിഷയം തൻ്റെ ഇടത്തോടെ, ചങ്കൂറ്റത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചെയ്യുന്നത് നല്ലതല്ല. പറഞ്ഞത് സ്നാപക യോഹന്നാൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കണം, നമുക്കൊരു സ്പെഷ്യൽ ക്വാളിറ്റി വേണ്ട ദൈവത്തിന് വേണ്ടി സംസാരിപ്പാൻ. സ്പെഷ്യൽ ക്വാളിറ്റി വേണ്ട ദൈവശബ്ദം കേൾക്കാൻ. സ്നാപക യോഹൻ ഏലിയാവ് ഒരിക്കൽ, സ്തോത്രം പ്രൈസലോ, ദൈവശബ്ദം കേട്ടു. എന്തുവാ ശബ്ദം കേട്ടത്? ഞാൻ പറഞ്ഞല്ലാതെ ഇനി, കണ്ടോ, ഏലിയാവിനെ പോലെ ചങ്കൂറ്റമുള്ള വ്യക്തികളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു പ്രവചനമാണോ അത്? അല്ലല്ല. ദൈവശബ്ദം പറയുന്നയാളിൻ്റെ ചിന്തയ്ക്ക് അനുകൂലമാണെങ്കിലും, അംഗീകരിക്കാവുന്നതാണെങ്കിലും അംഗീകരിക്കാവുന്നതല്ലെങ്കിലും, ധൈര്യത്തോടെ രാജാവിൻ്റെ മുൻപിലായാലും പ്രജയുടെ മുമ്പിലായാലും പറയുവാൻ സ്വതന്ത്രം സന്നദ്ധതയുള്ള വ്യക്തിയോടാണ് തുടർന്ന് ദൈവം ആലോചന പറയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, സ്പീക്കിംഗ് ഫോർ ഗാഡ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ. രാജാവേ, ഞാൻ പറഞ്ഞാൽ ഇനി മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. ഏലിയാവ് വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. എൻ്റെ ഒരു ഭാവന പറയാം. അവൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വന്നു, സ്റ്റോപ്പ്. നോക്കിയപ്പോൾ ഒരു ആരോ മാർക്ക്. അതൊന്നും ബൈബിളിലില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞ എൻ്റെ ഭാവനയാണ്. ആരോ മാർക്കിനെ പിന്തുടർന്ന് പോയപ്പോൾ ഒരു തോട്ടിൻ്റെ കരയിൽ അവൻ അടിഞ്ഞു, മുട്ടുമടക്കി. ഏലിയാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, വാട്ട് ഫോർ ഐ ആം ഹിയർ. പിന്നെ ഓർത്തത്, ബ്രഷ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റു, കാട്ടിൽ നിന്ന് ഒരു കമ്പൊടിച്ച് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് തോട്ടിലെ വെള്ളം കൊണ്ട് വായ് കഴുകി മുട്ടുകുത്തി മലർത്തപ്പെട്ട കൈകളുമായി ഇരിക്കുമ്പോൾ
ദൈവത്തിന് വേണ്ടി സംസാരിച്ച് കഷ്ടം സഹിക്കുന്ന രാത്രിയിൽ സ്തോത്രം ചീവീടും കൂമനും മൂളുന്ന ആ കാട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന ഏലിയാവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കറുത്ത ഹെലികോപ്റ്ററിൽ ഭക്ഷണം അയച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. പക്ഷേ ഏലിയാവിന് വീടും പോയി, സർവവും പോയി. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ കഷ്ടതയുണ്ട്. ഏലിയാവ് സ്തോത്രം പ്രൈസലോട് അതേ പട്ടികയിൽ വന്നിരിക്കുക. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ സധൈര്യം പറ രാജാവിനോട്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. യാക്കോബ് അപ്പോസ്തലൻ അത് ഭംഗിയായി എഴുതിയിട്ടുണ്ട്. ഏലിയാവ് ഒരു ദൂതനല്ല, അവനൊരു മനുഷ്യനാണ്. അസാധാരണ സ്വഭാവമില്ല, നമ്മെപ്പോലെയുള്ള സ്വഭാവമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് ധൈര്യം അവനുണ്ടായിരുന്നു. ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തളം ആടാൻ തുടങ്ങും. പരസ്യമായി ആർക്കെങ്കിലും ഈ പുത്തരിക്കട്ടെന്ന് മൈതാനത്ത് നിന്ന് പറയാം, അടുത്ത 3 വർഷത്തേക്ക് കൂടെ മഴ പെയ്യത്തില്ല, പ്രസംഗിക്കാൻ ഒക്കുമോ? വീട്ടിൽ ചെന്ന് പറ്റുമോ? സംസാരിച്ചു. എന്നാൽ ഞാൻ എപ്പോഴും ഓർക്കും, ഏലിയാവ് പ്രവചിക്കുന്നതിന് മുമ്പ് മഴമേഘങ്ങളെ ഒരുക്കി വിടുന്ന കടൽ തൊട്ടടുത്തുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി സംസാരിച്ച ഭൃത്യൻ്റെ ശബ്ദത്തിൻ്റെ മറവിളിച്ച് സ്വർഗത്തിലെ ദൈവം ആകാശമണ്ഡലങ്ങളിൽ മേഘം ഈ ദേശത്ത് പ്രവേശിക്കാതിരിക്കാൻ കോട്ട കെട്ടി സൂക്ഷിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. പ്രകൃതി ശക്തികളെ സ്വർഗത്തിലെ ദൈവം ഒരു ഭക്തൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഓ ഹല്ലേലൂയ നിയന്ത്രിക്കും. സ്തോത്രം. പക്ഷേ യാക്കോബിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. അവൻ പ്രാർത്ഥിച്ചു, തുടർന്ന് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. പെയ്യത്തില്ലെന്ന് പ്രവചിച്ചവൻ പെയ്യും വരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഏലിയാവ് പോയി സ്തോത്രം പോയി കിടന്ന സ്ഥലത്ത് ദൈവത്തിന് മഹത്വം, അവൻ എന്തില്ല, വെള്ളം കുടിക്കാനില്ല. പക്ഷേ അവൻ എന്തു ചെയ്തു? പ്രാർത്ഥന മാറ്റി പ്രാർത്ഥിച്ചില്ല. ഇവിടെ പെയ്യണേന്ന് പറഞ്ഞില്ല. ഒരു കാര്യം ഓർത്തോളണം, പ്രവചിക്കുന്നവനായിരിക്കും ആദ്യം തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രമാത്രം കരുത്തോടെ നമുക്കറിയാം, മരിച്ച ബാലനെയൊക്കെ ജീവിപ്പിച്ച വ്യക്തിയാണ്. ഇതെല്ലാം വ്യക്തിപരമായി ആരെ അഫക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ രാജ്യത്തെ ഭരണാധികാരിയോട് മുഖത്തു നോക്കി അവൻ്റെ അകൃത്യങ്ങൾ, അവൻ്റെ ആകായ്മകൾ, പോരായ്മകൾ തൻ്റെ ഇടത്തോടെ പറയുമ്പോൾ ഇനി പറയാൻ എൻ്റെ ഈ ശിരസ് ഇതിന് മീതെ കാണത്തില്ലെന്ന് നന്നായി അറിയാം. പൊതുവിൽ വല്ലതൊക്കെ പറഞ്ഞേച്ച് പോകാം. സ്ട്രെയിറ്റായിട്ട് പറഞ്ഞു, നീ കാണിക്കുന്നത് ശരിയല്ല. നിൻ്റെ സ്റ്റെപ്പ് ബ്രദറാകുന്ന ഫിലിപ്പിൻ്റെ ഭാര്യ ഹേരോദെ നീ സ്വന്തം ഭാര്യയാക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. അടുത്ത നിമിഷം കാരാഗ്രഹത്തിലാണ് പോയി ലാൻഡ് ചെയ്തത്. പക്ഷെങ്കിൽ അവിടെ ഒരു കാര്യം വചനത്തിൽ പറയുന്നുണ്ട്, ഏലിയ ഒരു പ്രവാചകനാണെന്ന് ദേശം അറിയുന്നത് കൊണ്ട് അവനെ കൊല്ലാൻ ഹേരോദാവിന് ആ സമയത്ത് ധൈര്യമില്ലായിരുന്നു. തക്കം നോക്കിയിരുന്നു. ഹേരോദാവ് മാത്രമല്ല, ആര്? ഹേരോദ്യ, ഇവൻ്റെ പാവത്തിന് കൂട്ടി നിൽക്കുന്ന ആ സ്ത്രീയും തക്കം നോക്കിയിരുന്നു. ഏതായാലും കൊള്ളാം, ഹേരോദാവിൻ്റെ ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെല്ലാം കൈവർത്തിയൊരു സ്തോത്രം പറഞ്ഞ് ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ബർത്ത്ഡേയെ കുറിച്ച് പറഞ്ഞിരിക്കുക. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ മഹത്തുക്കളെയെല്ലാം വിളിച്ചിരുത്തി കൊണ്ടുവന്ന് ഭയങ്കരമായി പൊടി പിടിച്ച റിസപ്ഷൻ നടക്കുമ്പോൾ ഈ സ്ത്രീക്ക് ആദ്യത്തെ കല്യാണത്തിൽ, വിവാഹത്തിൽ ഒരു മോളുണ്ട്. അവിടെ പേരെന്തുവാ? ശലോമി. നന്നായി നൃത്തം ചെയ്യുന്ന കൊച്ചാണ്. ശലോമി വന്ന് സദസ്യരുടെ മുമ്പിൽ നൃത്തം ചെയ്തു, അവരെയെല്ലാം സന്തോഷിപ്പിച്ചു. ഹേരോദാവ് പറഞ്ഞു, നിനക്ക് എന്നാ വേണം? കൊച്ചോടിച്ചെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്നാ വേണം എനിക്ക്?
അവൾക്ക് അതുപോലെ ചോദിക്കാൻ അറിയത്തില്ല. ഓ, ആ സ്ത്രീ പറഞ്ഞത് കേൾക്കണമോ? The man who was speaking for God, chop his head. അവൻ്റെ തല വെട്ടിക്കളാം. ഞാൻ ഹെരോദാവിൻ്റെ കൂടെ ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവനാണോ? അത് തെറ്റാന്ന് പറയാൻ അയാൾ ആര്? ഇനി ആരുടെയും ജീവിതത്തിലെ പോരായ്മ അവൻ വിളിച്ചു പറയാൻ പാടില്ല. കണ്ടോ, ഇനി ഇങ്ങനെയുള്ളവരുടെ കാര്യം പുറത്ത് പറയാൻ പാടില്ല. പരിജ്ഞാനത്തോടെ വേണ്ടേ. ഞാൻ ആ രംഗം വളരെ ദുഃഖത്തോടെ എപ്പോഴും ഓർക്കും. രാജാവ് ചോദിച്ചു, ആരെവിടെ? ഒരു പടയാളി വന്നു. നീ തടവിൽ ചെന്ന് സ്നാപക യോഹന്നാൻ കിടക്കുന്ന മുറിയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് അവൻ്റെ തല വെട്ടി ഒരു താരത്തിൽ കൊണ്ടുവരണം. വിറയ്ക്കുന്ന നാവ് അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ താലത്തിൽ മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ സ്നാപക യോഹന്നാൻ്റെ തലയിരിക്കുമ്പോൾ എൻ്റെ ചിന്ത അപ്പോഴും മൂകമായ ആ നാവ് പറയും ഹെരോദാവിനെ നോക്കി, നീ ചെയ്തത് തെറ്റ്. ഇതാണ് ഹെരോദാവ് ചെയ്തത്. ദൈവത്തിനു വേണ്ടി എന്തും സംസാരിക്കാൻ ഞാനും സന്നദ്ധമാണ് എന്ന് ധൈര്യമുള്ളവരൊന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് സൂക്ഷിച്ചേ പറയാവൂ. ഞാൻ പറയാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ സ്പീക്കിംഗ് ഫോർ ഗാഡ്. ഇന്ന് ദേശത്ത് നടമാടുന്ന വൃത്തികേടുകൾ, ആകായ്മകൾ പരിശുദ്ധാത്മാവിനാൽ ഉത്സാഹിപ്പിക്കപ്പെട്ട് ദേശത്തെ ഉന്നതനോടായാലും ദൈവം പറഞ്ഞാൽ പോയി പറയുക എന്ന് പറയുന്നത് ലളിതമല്ല. അങ്ങനെയുള്ള ഭക്തന്മാർ എഴുന്നേറ്റെങ്കിലേ ദേശം ഉദ്ധരിക്കപ്പെടത്തുള്ളൂ. ഈ ഉപവാസത്തിൽ അങ്ങനെ ചില കരുത്തന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ദേശത്തിൻ്റെ അകൃത്യം തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുവാൻ കെൽപ്പുള്ള ചില അഭിഷിക്തന്മാർ ഇതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ആരുണ്ട് അതിനകത്ത്? ദൈവത്തിന് മഹത്വം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അടുത്തത് ശൗൽ എന്നീ ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശുശ്രൂഷ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ഈ പാവപ്പെട്ട സഭയ്ക്ക് നിർബന്ധമായി അഭിമാനിക്കാൻ വകയുണ്ട്. ദൈവം നമുക്ക് നല്ല ഉപദേഷ്ടാക്കന്മാരെ തന്നിട്ടുണ്ട്, പ്രവാചകന്മാരെ തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരും അതിൽപ്പെട്ടവരാണ്. എന്നാൽ അടുത്ത ഒരു പടിയിലേക്ക് ഒരുക്കപ്പെടുന്ന ഉപവാസമായിരുന്നു അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം. ഇന്നുള്ള അവസ്ഥയല്ല. ഞങ്ങൾക്കൊരു പ്രമോഷൻ വേണം. ഉപവാസത്തിലൂടെ ദൈവം നമ്മെ അടുത്ത പടിയിലേക്ക് ഉയർത്തും. സ്തോത്രം പറഞ്ഞേ, അതിവിടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇതിൻ്റെ അകത്ത് നടക്കും. സ്തോത്രം. സഭ ശ്രദ്ധയോടെ ഉപവസിച്ചും ആരാധിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ടോ, ഐഡിയൽ പ്രെയർ. അവർ ഉപവസിച്ചും ആരാധിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൊരു ആലോചന അവിടെ വന്നു. എന്ത്? ഞാൻ ശൗലിനെയും ബർന്നബാസിനെയും, അവിടെ അനേക ആൾക്കാർ ആരാധിക്കുന്നു ഉപവസിക്കുന്നുണ്ട്, അതിൽ 5 പേരുടെ പേരെടുത്ത് പറഞ്ഞു. അതിൽ 2 പേരെ എന്തിനാണ്? അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ. സ്തോത്രം പ്രൈസ്. അപ്പം ഇവരെക്കുറിച്ചുള്ള വിളി സഭയിൽ നേരത്തെ കേട്ടിട്ടുണ്ട്. അവരെ എനിക്കായി വേർതിരിപ്പീൻ. ആ പദത്തിന് വലിയ ഈടുണ്ട്. ഇപ്പോഴിവരാരാണ്? അന്ത്യോക്യയിലെ സഭയുടേതാ. ഇപ്പം കർത്താവ് പറയുന്നു, അവരിനി നിങ്ങളുടേതല്ല,
ഇനി എൻ്റേതായി. ഒരു സ്തോത്രം പറഞ്ഞ് എനിക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്നവരായിട്ട് അവരെ ഇങ്ങ് വിട്ടുതരാൻ പറഞ്ഞു. സന്തോഷം വരുന്നുണ്ടോ? ഓ, ദൈവത്തിന് വേണ്ടി കൊടുക്കുക, ദൈവത്തിന് വേണ്ടി ഒരുക്കി വിടുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് പോകണം, ദൈവം പറയുന്നിടത്ത് പോകണം, ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. അപ്പോൾ ഉപവാസത്തിൻ്റെ ലക്ഷ്യം നേരത്തെ വിളിയുള്ളവരെ അവരെ എന്തിനു വേണ്ടി വിളിച്ചോ അതിനുവേണ്ടി ഒരുക്കി അയക്കാൻ വേണ്ടി കൂടിയാണ്. അതാണ് അവിടെ നടന്ന ഐഡിയലായിട്ടുള്ള ഉപവാസം. ദൈവത്തിന് മഹത്വം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന എന്ന് നാം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഉപവസിച്ച് ശരീരം കളയരുതെന്ന് പലരും പറയാറുണ്ട്. പക്ഷെങ്കിൽ ഉപവാസത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. നോക്കി, ഉപവസിക്കാൻ ദൈവം പറഞ്ഞ ഭാഗം ഒന്ന് നോക്കി. ലേവ്യ പുസ്തകം 23:26 മുതൽ 27 വരെ. ലേവ്യ 23:26 മുതൽ 27 വരെ. കണ്ടോ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? പാപ പരിഹാര ദിവസം. അടുത്തത്, നിങ്ങൾ എന്തോ ചെയ്യണം? ആത്മതപനം. ദൈവസഭയെ നാം പ്രസംഗം കേൾക്കണം, വചനം. ആ വചനത്തിലൂടെ നമുക്ക് പാപബോധം ഉണ്ടാകും. എന്നാൽ എല്ലാറ്റിലും ഉപരി പേഴ്സണലായിട്ട് നമ്മൾ ആദ്യം കേട്ടത് എന്താണ്? ഒരുക്കണം. ഉരുക്കപ്പെടാൻ താല്പര്യമുള്ളൊരു സ്തോത്രം പറഞ്ഞു. ഉരുക്കപ്പെടണമെങ്കിൽ ആത്മതപനം ചെയ്യണം, പരിശുദ്ധാത്മാവിൽ തപിക്കണം. അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ആത്മതപനം ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കര ഉയർത്തിക്ക്. കൈ ഉയർത്തിയവരിനി ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു തട്ടാൻ, ഒരു ഉരുപ്പടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഷണം സ്വർണം തീക്കകത്ത് വെച്ചു, അല്പനേരം ഊതി. അപ്പോഴാണ് ഭാര്യ വിളിക്കുന്നത് കേട്ടത്. അവിടെ വെച്ചേച്ച് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് നേരം കൂടി ഊതി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു മൊബൈൽ ഫോൺ വന്നു. ഇതവിടെ വെച്ചേച്ച് അതെടുത്തു. അത് ഉരുപ്പിടിയാകുമോ? വല്ലവരും മനസ്സിലാക്കിയ ഒരു സ്തോത്രം പറഞ്ഞ്. ഇങ്ങനെ ഉരുക്കിയാൽ ഉരുകത്തില്ല. കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ആത്മാവിൽ തപനം ചെയ്യും, പിന്നെ ഇറങ്ങിപ്പോയി വെള്ളം ഒഴിക്കും. എത്ര പേർക്ക് ലോക്കഡിനായി കർത്താവുമായിട്ടങ്ങ് ചേർന്നിരുന്ന് ഈ 21 ദിവസവും മറ്റൊരു കാര്യങ്ങളിലും നമ്മുടെ പേഴ്സണൽ അത്യാവശ്യമുള്ളതിൽ ഒഴിച്ച് ലോക വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കാൻ സന്നദ്ധതയുള്ളവർ കര ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ്. കണ്ടോ ഈ പറയുന്നു? സങ്കടത്തോടെ ഞാനൊരു കാര്യം പറയാം. ജോലിയോടുകൂടെയുള്ള ശുശ്രൂഷിക്കുന്നതൊക്കെ നല്ലതാ. ഇവിടെ ഒരു ദീർഘ ഉപവാസം നടന്ന് പാളയത്ത്. അത് കഴിഞ്ഞേച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ VSSC ജോലി ചെയ്യുന്ന ആളായിരുന്നു. VSSCയുടെ ബസ് കറക്റ്റ് ഓരോ സ്റ്റോപ്പിലും ഓരോ സമയം വെച്ചിട്ടുണ്ട്, അവിടെ വരും. ആ സമയത്തവിടെ എത്തിയില്ലെങ്കിൽ വണ്ടി അങ്ങ് പോകും. ഞാൻ പാളയത്ത് താമസിക്കുക. പാളയത്തൊരു സ്റ്റോപ്പുണ്ട്. ഒരു ദീർഘ ഉപവാസവും കഴിഞ്ഞ് VSSCയുടെ ബസ്സിൽ പോകാൻ ഒരു 2-3 മിനിറ്റ്സ് മുമ്പേ അവിടെ ചെല്ലണം. സമയത്തെ അവരെടുക്കത്തുള്ളൂ. ഏതായാലും ചെന്ന് ഈ ഉപവാസ സമയത്ത് ദൈവത്തോട് ഞാൻ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം, കർത്താവേ, ഈ ശുശ്രൂഷയൊന്നും പോരാ, പേരെനിക്ക് വെളിപ്പെടുത്തി തരണം, അവരുടെ വീടും അഡ്രസ്സും ഒക്കെ തരണം. അങ്ങനെ പോയി വളരെ ഡെഫിനറ്റായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ.
എളിയവന് തരണമേ എന്ന് പറഞ്ഞ് അർപ്പണബോധത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ മിണ്ടിയില്ല. എന്നാൽ എനിക്ക് ഉത്തരം തരാൻ കണ്ട സമയം ബസ്സിലോട്ട് കാല് വെക്കാൻ നേരമാണ്. ബസ്സിൽ കാല് വെക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വ്യക്തമായി കേട്ടു, സ്റ്റോപ്പ്, നിക്കവിടെ. അടുത്തത്, ഞാൻ നിനക്കിപ്പോൾ ഒരു വീട് പറഞ്ഞു തന്നാൽ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നാൽ നീ പോകുമോ? സമർപ്പിക്കുന്നത് നല്ലതാ, ചോദിക്കുന്നത് നല്ലതാ. സങ്കടത്തോടെ ഞാൻ ബസ്സിൽ കയറിപ്പോയി. അപ്പോൾ തന്നെ ആ മുഴുവൻ ദിവസവും എനിക്ക് ലീവില്ലായിരുന്നു. എല്ലാ വർഷവും ഉപവസിക്കുമ്പോൾ അത്രയും ലീവ് എവിടാ? കുറച്ചൊക്കെ സാലറിയൊക്കെ ഇല്ലാതെ കളഞ്ഞും കൂടാ വന്നിരിക്കുന്നത്. ഇപ്പം പറയാം, നീ പോകുമോ? ലിസണിങ് ഗോഡ് is very important. Praying to God is more important. Obeying is not that easy. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അനുസരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറ്റുകയാണ്. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ വളരെ ധൃതി പിടിച്ചു, മോളെ ഇങ്ങോട്ട് വന്നേ ഈ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പോകുമോ നമ്മൾ? ഡിഫിക്കൾട്ട്. അപ്പം മോടെ പരീക്ഷയേക്കാൾ അമ്മ വിളിച്ച വിളിക്കാണ് പ്രാധാന്യമെങ്കിൽ അവിടെ വെച്ചേച്ച് എന്തിനാ മമ്മി വിളിച്ചെന്ന് മനസ്സില്ലാ മനസ്സോടാണെങ്കിലും പോകും. ദൈവപ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ദൈവശബ്ദത്തിനാകുമെങ്കിൽ, ചെറുതല്ല കേട്ടോ, വി ഹാവ് എ ഫാമിലി. നമുക്ക് ചുമതലകളുണ്ട്. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ കുറ്റബോധത്തോടെ പറയാം, പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പേര് വെളിപ്പെടുത്തണം, ഞാൻ പൊക്കോളാം. ദൈവസന്നിധിയിൽ വല്ലതുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത് സൂക്ഷിക്കണം. പെന്നിഹീൻ എന്ന് പറയുന്ന വലിയ ദൈവദാസനെ കണ്ടിട്ടുള്ളവരെന്നൊരു സ്വതന്ത്രം ചെയ്ത് പേഴ്സണലായിട്ട് കണ്ടിട്ടുള്ളൂ ദൈവദാസങ്ങൾ. ഞാനും അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പോയി. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും വലിയ ശക്തി പകരപ്പെടുന്ന ഒരു പ്രാർത്ഥന 6 മണിക്കൂറോളം ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പാടി. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഒരു മനുഷ്യൻ ഇത്രയും 6 മണിക്കൂറും പാടുകയാണ് ആത്മാവിൽ നിന്നുകൊണ്ട് നിറഞ്ഞ്. അതിനിടയിൽ ആൾക്കാരുടെ പേര് വിളിച്ചു പറയും, കൃത്യമായിട്ട് ആൾക്കാർ വരും. അത് പോകട്ടെ, ആ ദൈവദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുമ്പോൾ ആദ്യം ചെയ്തത് തൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ക്യാൻസർ ബാധിച്ച് കിടന്ന ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു കൊടുത്തു. ദേവദാസൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ ആദ്യത്തേതാണല്ലോ, യെസ്, ഒരു പേഷ്യൻ്റ് ഇവിടെയുണ്ട്, എന്താ വേണ്ടത്? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവുന്നു. അമേരിക്ക എങ്ങനെയൊക്കെ മോശമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദൈവദാസനാണ്, ഒരു പാസ്റ്ററാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവർ കയറിപ്പോക്കോളാൻ പറയും. അത് വളരെ വിഷയം. അവർ പറഞ്ഞു പാസ്റ്റേഴ്സിന് പ്രത്യേക പാസ് വേണ്ട. ബെനിഹിൻ പോയി പ്രാർത്ഥിച്ചു. ജസ്റ്റ് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നു, ഇവളെ എഴുന്നേൽപ്പിക്കും. അവൾ സൗഖ്യമായി, കേട്ടു, അനുസരിച്ചു. ഇനി നമുക്ക് അധിക കാലങ്ങളൊന്നുമില്ല. 2 കാരണങ്ങളാൽ നമുക്ക് അവസരം നഷ്ടപ്പെടും. സുവിശേഷ വിരോധം നിറഞ്ഞ ഒരു ഭരണകൂടം ഇനി ശക്തമാകാൻ പോവുകയാണ്. നമ്മളെക്കൊണ്ട് വാ പൊളിക്കാൻ സമ്മതിപ്പിക്കത്തില്ല. മാത്രമല്ല, നമ്മുടെ കർത്താവ് വരാൻ ഇനി അധിക സമയമില്ല. അതുകൊണ്ട്
ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരൻ, ഞാനിപ്പം വളരെയധികം ദൂരെ നിന്ന് വന്ന ഒരു ഗസ്റ്റൊന്നുമല്ല. എൻ്റെ മാംസത്തിൽ മാംസവും രക്തത്തിൽ രക്തവും. ദിസ് ഈസ് മൈ ചർച്ച് ടു. നമുക്കെല്ലാവർക്കും കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ കാഴ്ച വെച്ചിട്ട് പൊലിയണം. എഴുപതായവർ ഇനി 10 വർഷം കൂടെ ജീവിക്കും, 80 ആകും. വചനം പറഞ്ഞിരിക്കുന്നത് 80. ഇതൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ. പ്രായവ്യത്യാസമന്യേ എല്ലാവരും കർത്താവിനെ ശ്രദ്ധിക്കണം, ശ്രവിക്കണം, അനുസരിക്കണം. ദൈവം നമ്മെ ഉപയോഗിക്കും. ഈ ഉപവാസത്തോടെ കർത്താവ് ചിലരെ പേർ ചൊല്ലി വിളിക്കട്ടെ. കർത്താവ് തരുന്ന നിയോഗപ്രകാരം നമുക്ക് മൂവ് ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും നമ്മളെ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കും. നമ്മളെ ഒരുക്കും, നമുക്ക് വഴിയൊരുക്കും. അപ്പോസ്തല പ്രവൃത്തിയിലെ ആ ഉപവാസത്തിൻ്റെ പ്രത്യേകത രണ്ടുപേർ അവരെ പോയി ചെയ്ത ശുശ്രൂഷകൾ കണ്ടില്ലേ? ദൈവം അയച്ചതുകൊണ്ട് അവർ തൻ്റെ ഇടത്തോടെ പോയിടത്തെല്ലാം ശുശ്രൂഷിച്ചു. അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നു. അത്ഭുതത്തിൻ്റെ പിന്നാലെ പോകണ്ടെന്നേ, ദൈവം പറയുന്നത് ചെയ്താൽ മതി. ദൈവം പറയുന്നത് ചെയ്യുമ്പോൾ അതിനെന്ത് പേര് കൊടുത്താലും വേണ്ടുകയില്ല. അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ദൈവം പറയുന്നത് ചെയ്യാം. നാം വായിച്ച ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് അങ്ങോട്ട് വന്നാൽ സ്വല്പം കൂടെ വായിച്ചത് 26, 27. ആത്മതപനം ചെയ്യണം. വേണം, മതി. അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസത്തിൽ ആത്മതപനം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വതന്ത്രം. എന്താ ഞാൻ മുമ്പേ പറഞ്ഞത്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറത്തെ അല്ലെങ്കിൽ 1.5 മണിക്കൂറത്തെ മെസ്സേജ് കേട്ടു, കൊള്ളാം, അത് വേണം, അത് നമുക്ക് വചനം വേണം. പിന്നെ ആത്മാവിൻ്റെ ആ തീയിൽ നിന്ന് അങ്ങ് വെളിയിൽ വരുന്ന പരിപാടി നമുക്കുണ്ടാകരുത്. കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന ഒരനുഭവത്തിലേക്ക്, ഏകാഗ്രതയോടെ ഇരിക്കാനൊരു അനുഭവത്തിലേക്ക് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ, യു വിൽ ബി ലിഫ്റ്റഡ് അപ്പ്. അതത്ര സിമ്പിളല്ല. ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഞാൻ കയറി പ്രാർത്ഥിച്ചു, ദൈവസന്നിധി ഞാൻ മണ്ടനായി. അനുഭവത്തിലൂടെ പഠിച്ചു അങ്ങനെ കയറി പ്രാർത്ഥിക്കരുതെന്ന്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നവരത് കൈപൊക്കിക്ക്. പ്രാർത്ഥിച്ചോളാം. കണ്ടോ, നിങ്ങളെല്ലാം മിടുക്കരാ, കൈപൊക്കുന്നില്ല. ഒരു കാര്യം, പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താ? പാസ്റ്ററേ, എൻ്റെ ഈ ഒരു ചെവിക്ക് കേൾവിയില്ല. പ്രാർത്ഥിച്ചോളാമെന്ന് പറയല്ലേ വേണ്ടത്. ആ മൊബൈൽ ആ ചെവിയിലോട്ട് വെക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, ദൈവം ആ ചെവി തുറക്കും. എന്തിന് വെയിറ്റ് ചെയ്യണം? പ്രാർത്ഥിക്കാൻ തന്നെ കർത്താവിനോട് പറയുകയല്ലയോ? ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ പ്രാർത്ഥിച്ചോളാമെന്നൊന്നും പറയുകയൊന്നും വേണ്ട. ആരെങ്കിലും പറഞ്ഞാൽ അന്നേരം അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. വഴി നിന്നാലും വീട്ടിലായാലും. സന്തോഷമുണ്ടോ? അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമായി നമ്മുടെ സഭ മാറട്ടെ. എല്ലാവരും അന്യോന്യം പ്രാർത്ഥിക്കണം. പിശാചിൻ്റെ ബന്ധനങ്ങൾ അതോടെ സഭയിൽ നിന്ന് അഴിഞ്ഞു മാറും. ദൈവത്തിൻ്റെ ആലോചന കേട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് പ്രവർത്തിപ്പാൻ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് സംസാരിപ്പാൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ ഉപയോഗിച്ച ദൈവം നമ്മെ ഉപയോഗിക്കും. പിന്നെ ഒരുപാട് നാളൊന്നും എന്താ ദൈവദാസനെ, ഒരുപാട് നാളൊന്നും പ്രവചിച്ച് നടന്നില്ലെങ്കിലും വീടില്ല. ആകെ പ്രവചിക്കുന്നത് കുറച്ച് മതി. പ്രകൃതി ശക്തികളെ തടഞ്ഞു നിർത്തുന്ന, ദൈവത്തിൻ്റെ ജീവഭണ്ഡാരത്തിൽ ഇരിക്കുന്ന പ്രാണനെ ഭൂമിയിലേക്ക് മടക്കി വരുത്തുന്ന
ഇതൊക്കെ എന്തൊരു അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്. ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ആത്മാവാണ്. പറയാം, കുറച്ചു നേരത്തേക്ക് അതിനെ ഇങ്ങോട്ടൊന്ന് വിടണേ. ആ കൊച്ചിനിലേക്ക് അവൻ്റെ ജീവൻ മടങ്ങി വന്നു. ദൈവത്തിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാത്മാവാ മരിക്കുമ്പോൾ ഒരാളെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് അതാണ്. വീണ്ടും വിളിച്ച് ആത്മാവിനെ അവിടെയാകും. അതൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ച ഭക്തന്മാർ അനേകർ ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചില്ലെങ്കിലും ജീവനോടിരിക്കുന്നവരെ ഫർദർ ജീവനിലേക്ക് നടത്തുവാൻ ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ദൈവഭക്തന്മാരോട് പറഞ്ഞു, സമയം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. എന്നാൽ സ്തോത്രം, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് ദൈവം എനിക്ക് നിയോഗം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ലൂക്കോസ് 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുള്ളൂ, നഗരത്തിൽ പാർക്കും. വാഗ്ദത്തം ചെയ്തത് പരിശുദ്ധാത്മാവ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൽ സഭ ഉണരത്തക്കവണ്ണം ഉയരത്തിലെ ശക്തി നമുക്ക് പകരപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. ഈ ആത്മശക്തി ഉണ്ടെങ്കിൽ ഈ പട്ടണം അത് അറിയും. ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് കൈപൊക്കിക്ക്. ലൈക്ക് എ മൈറ്റി വിൻഡ് വായിച്ചിട്ടില്ലയോ? ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം മേൽ താരി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയതാണ്. ഇന്തോനേഷ്യയിൽ നടന്ന ഉണർവാണത്. ഒരു ഗ്രൂപ്പിലൂടെ പോകട്ടെ, ഞാൻ അവിടെ വിടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെ പകരപ്പെടുമോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ കൊച്ചു സഭയെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൻ്റെ പ്രദർശനശാലയായി ഈ പട്ടണത്തിലും ദേശത്തും വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഓരോരുത്തരും അവരവരുടെ ലെവലിൽ കരഞ്ഞി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി എൻ്റെ സഭയിലെ ദൈവദാസന്മാരിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ. അങ്ങനെ അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും അർപ്പണപൂർവ്വത്തോടെ പ്രാർത്ഥിക്കാം. എളിയവനാകുന്ന എൻ്റെ ഉള്ളിൽ തന്ന പ്രകാശനം തന്ന വാക്യമാണത്. ഉയരത്തിലെ ശക്തി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉയരത്തിലെ ശക്തി, അത്യപൂർവമായ ശക്തി നമ്മുടെ ഈ ഉപവാസത്തിൽ പകരപ്പെടാൻ പോകുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്, ഇപ്പോൾ തന്നെ വയസ്സനാകുന്ന എന്നെ ഒന്ന് സ്പർശിച്ച് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് വന്നപ്പോൾ ഒരു സ്തോത്രം, ഒരു ചെറിയ കോറസ് പാടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ശക്തിയോടെ ഒരു പകർച്ച, ഒരു സ്പർശനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവഭൃത്യന്മാർ ഈ പാട്ട് പാടും. ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവേ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ, പരിശുദ്ധാത്മാവേ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ, തിരുകൃപയല്ലോ ശരണമതെന്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പാരനെ, തിരുകൃപയല്ലോ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവേ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ, പരിശുദ്ധാത്മാവേ ശക്തിയാലേ
നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. കുശവന്റെ കൈകൾ കളിമണ്ണു പോലെന്നെ പണിയുക പാരനെ തിരുഹിതം പോലെ. കുശവന്റെ കൈകൾ കളിമണ്ണു പോലെന്നെ പണിയുക പാരനെ തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ. ജയത്തോടെ ജീവിത ധാരയിൽ ഞാൻ ചെയ്യുവാൻ. ജയത്തോടെ ജീവിത ധാരയിൽ ഞാൻ എന്നിൽ പകരുക പാരനെ. ജയത്തോടെ ജീവിത ധാരയിൽ ഞാൻ ചെയ്യുവാൻ. ജയത്തോടെ ജീവിത ധാരയിൽ ഞാൻ ചൂടാരാമ ശബ്ദാരാമ വൈഡാരാമ ഉടാരാമ ശേഖരാമ ഹംദാരാമ വൈഡാരാമ ഉടാരാമ ശേവരം ദ വൈഡാദേ പ്രഭാതേ പ്രൗഢ ജീവാരാമ. ഓ ശക്തിയോടെ ഉടാരാമ ജീകാരം ദ വൈഡാദേ പ്രഭാതേ പ്രൗഢ ഉടാരാമ ശബ്ദാരാമ വൈഡാരാമ ജുകാരാമ ഹംദാരാമ ഉടാരാമ റീവരം ദ വൈഡാദേ പ്രഭാതേ പ്രൗഢ ശിവരം ദ വൈഡാരാമ ഉടാരാമ ജീകാരാമ ഹംദാരാമ വൈഡാരാമ. അടങ്ങി നിൽക്കരുത്, ദൈവശക്തി പ്രാപിക്കൂ. ഉടാരാമ ശിഖാരാമ ഹംദാരാമ വൈഡാരാമ. കരങ്ങൾ അടിച്ച് അതരങ്ങൾ തുറന്ന് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കൂ. ഉടാരാമ ഹംദാരാമ വൈഡാരാമ ശിഖാരാമ ഉടബല ബൗഡൽ കാലം ദൗഡം ജീവസ്കന്ദ വൈഡാരാമ ഉടാരാമ ശിഖാരം ദല ബൗഡൽ പാല ചൂടാരം ദല ബൗഡൽ പാലവ ഉടവരം ദൽ ബൗഡം ചാദം ചൂവസ്കം ദല ബൗഡാലാമ ശിഖാരാമ ഉടരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ശിഖാരം ദ വൈഡദാമ ഉടരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ശിഖാരം ദ വൈഡരാമ ഉടരാമ ശിഖാരാമ ഹംദാരാമ വൈഡാലാമ ചൂടാരാമ ഉടരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ശിഖാരാമ ഉടരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ചൂടാരം ദ രൗഡരാമ. അടങ്ങി നിൽക്കരുത്, ആരാധിച്ച് ബലമേറ്റെടുക്ക. ഉടരാമ ശിഖാരാമ ഹൗഡരാമ ദീഖാമ രാംധാല റൗഡാമ ചൂടാബാമ ദീഖാമ രഗദാല ചൂടാബാമ റീഡാബാര വൈഡാരാമ ശിഖാരാമ ഹംദാലാമ വൈഡാരാമ രഗഡബല ശബ്ദല ബൗഡൽകല രഗഡബശസെ ചലിക്കുന്ന പ്രാണി ജീവൻ പ്രാപിക്കട്ടെ. ഉടാ കംദല ബൗഡവ റീഖമ രംദല ബൗഡവ റീഖമ രംദല വിടാ രംദ വൈഡാ രാമ ശിഖാ രംദ വൈഡവ റീഖമ രംദല ബൗഡൽ കലകം ചാദം ചൂടൽ കൗഡ വൈഡവ രാമല ചൂടവ രംദല ബൗഡവ രാമല ചൂഗൽ കൗഡവ ഉടബല ബൗഡവ റീഖമ രംദല ബൗഡൽ പ്രവദം ചൂമസ് കംദല വൈഡം ധാര ഫേമസ് കംദ വൈഡാ രഗദ ഉടബ രംദല ബൗഡവ റീഖമ രംദല ബൗഡവ റീഷാ ദഗദ ആലൽ കൗഡ ചകദാ രംദല ബൗഡൽ പാലവ. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി ആരാധിക്കരുത്, ദൈവമുഖം നോക്കി ആരാധിക്കുക. ഉടാരാമ ശിഖാരാമ ഹംദാരാമല ഉടവരംദല ബൗഡം പ്രാദം ചൂമസ്കന്ദൽ ബൗഡൽ പാലവ ദികാരാമ ഹംദാരാമ വൈഡാരാമ ശിഖാരാമ ഉടം പ്രൗഢം ചകദം പ്രാദം ക്ഷീണവരംദല ബൗഡൽ പാലവ ഉടാരാമ രാമ ശിഖാരാമ രാമ ദികാരാമ ഹംദൽ കൗഡം ക്ഷീഗസ്കന്ദല ബൗഡം പ്രാദ ദിഖാമ രഗദാല ചൂടാരാമ ശിഖാരാമ. ആമേൻ. ഉടരാമ ശിഖാരാമ ഹംദാരാമ വൈഡൽ പാല ദീവരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ചൂടരം ദ അടഖാന ദികാരാമ ശംഥല ദുഡബര അംഥല രഖരാം ജഗദല ദുഡബര ദീവരം ദരദല ചൂടപ്രഭ രിഖബല റംദരാമ വൈഡരം പ്രഭാതേ പ്രൗഢ ചൂടരം ദ വൈഡദേ പ്രഭാതേ പ്രൗഢ ഉടരം പ്രഭാതേ രൗഢ ശിഖരം ദ വൈഡരാമ രിഖരാമ ഉടരം പ്രഭാതേ രൗഢ ശിഖരം ദ വൈഡര പ്രഭാതേ പ്രൗഢ ഉടരം ദ വൈഡരം ദ വൈഡര കരീഷബാര ജിഗരാമ ഉടരാമ റിഖരാമ ഹംദാലാമ ഋഷബാമ. നിന്റെ ആരാധനയെ ശത്രു പിടിച്ചടക്കുമ്പോൾ ഇന്ന് രാത്രി ശത്രുവിന്റെ മുൻപാകെ നീ പരാജയം സമ്മതിക്കുകയല്ല, ആരാധിച്ചു ജയമേറ്റെടുക്കാം. ദൈവശക്തി വ്യാപരിക്കുകയാ. ഈ ഹോളിന്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെയോ ദൈവശക്തി വ്യാപരിച്ചിറങ്ങുകയാ. പുത്തൻ അഭിഷേകത്താൽ പുത്തൻ കൃപയാൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ ഇന്ന് രാത്രികാലം നിറയ്ക്കുകയാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ സഭയായി മുട്ടുകുത്തുന്നു. അടിയങ്ങളോട് മനസ്സലിയണമേ. ഈ ഉപവാസം അങ്ങയുടെ നാമത്തിന് പൂർണ്ണമായി മഹത്വമായി തീരുവാൻ സഹായിക്കണമേ. അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾ, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം,
അവിടുത്തെ പാദപീഠത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ സമയം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. ഞങ്ങളുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് പ്രിയമാണ് കർത്താവ്. ഞങ്ങളോട് ഇടപെടണമേ കർത്താവ്. മരത്തിന്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമായി ബലപ്പെടുത്തി അനേകർ കാക്ഷിച്ചിട്ടും കയറുവാൻ കഴിയാത്ത ആത്മീക ഗിരികളിൽ മേൽ ചവിട്ടിക്കയറുവാൻ ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി സംസാരിപ്പാൻ ശബ്ദവുമായി അയക്കപ്പെടാൻ പോകുകയാണ്. ദ്വീപുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും, ജനങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഉക്ഷം ബടാദിക സഖിയാദാനമ ശരാദാലപക്ഷസ്. അത്ഭുതങ്ങൾ നടക്കും. കർത്താവെ, സഭയെ കരങ്ങൾ വയ്ക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഒരുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. അങ്ങയുടെ കൈകളിൽ മാനപാത്രങ്ങളാക്കി ഞങ്ങളെ തീർക്കണം. അർഹതയില്ല ദൈവമേ, പോരായ്മകൾ വളരെയുണ്ട്. പുറത്ത് ഞങ്ങൾക്കൊരു പുത്തൻ ആരംഭം തരണമേ ദൈവമേ. ഈ ഹോളിൽ വിവിധ ആവശ്യങ്ങളോടെ വരുന്നവരെ ദൈവം വെറുകയായി വിടരുതേ. അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവ്. സൗഖ്യം വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ നദി ഇവിടെ നിരന്തരമായി ഒഴുകുവാൻ ദൈവം സഹായിക്കണമേ. രോഗശക്തികൾ ഒഴിഞ്ഞു മാറും. ഭൂതം അലറിയോടട്ടെ. പൈശാചിക ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ഓ റിവാ സന്തന, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ആത്മ പകർച്ച അയക്കണമേ. തിരുവനന്തപുരം പട്ടണത്തെ രക്ഷിക്കണമേ. താവേ, വലിയവ പ്രവർത്തിപ്പാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലയേറിയ ഭക്തന്മാർ തങ്ങളെ തന്നെ വെറുമയാക്കി സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ കടന്നു പോകരുത്. ദാവീദ് പുത്ര, ഞങ്ങളെ കടന്നു പോകരുത്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യണമേ. അടിയങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഇച്ഛിച്ചതിലുപരിയായി ചെയ്യുവാൻ അങ്ങയുടെ പക്കലുണ്ട്. അത് ചെയ്ത് അടിയങ്ങളെ സഹായിക്കുവാനായി പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണം. ചിലരെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് ഈ ദിവസങ്ങൾ അയക്കേണ്ട മണ്ഡലങ്ങൾ അയക്കണമേ. അത് അങ്ങയുടെ നാമത്തിന് മകൾക്കൂട്ടായി തീരട്ടെ. ഞങ്ങൾക്ക് വലിയൊരു ശക്തീകരണം തരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ച് മഹത്വം എടുക്കണം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് ആരംഭിക്കുന്ന ഈ ഉപവാസത്തോടെ അവസാനം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വേഗം കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ.